അസ്സലാമലൈക്കും. നമ്മൾ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു വീഡിയോ കേട്ടോ ഞാൻ ഇടുന്നത്. രാവിലെ തന്നെ ഞാൻ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുകയാണ്. മദ്രസക്ക് പോകാനേക്കാണ്. അപ്പോൾ ഗോതമ്പ് ദോശ ആയിട്ട് ഒന്നുള്ള കറിയൊന്നും ഉണ്ടാക്കണില്ല. കറിക്കൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. മദ്രസക്ക് പോവാണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശ ചുട്ടുകാണ്ട് ഞാൻ അവർക്ക് കൊടുത്തു. മദ്രസയിൽ നിന്ന് പ്രാർത്ഥന ദിനമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരും. ബിസ്ക്കറ്റും കൊണ്ട് ചെല്ലാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവള് ചെറിയോള് ചായയിൽ ഒപ്പിക്കാണ്ടൊക്കെ തിന്നുട്ടോ. രണ്ടാമത്തോള് പഞ്ചസാര ഇട്ട് കാണ്ടാണ്. വലിയവനാട്ടോ കറിയൊന്നും ഇല്ലായിട്ട് ഈറ പൊട്ടിയിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമാണ്. ചൂടോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തിന്നലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടോ ഒന്ന് കറി ഉണ്ടാക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അവർ മാറ്റാൻ നിൽക്കുകയാണ്. സിറ്റോട്ട് കണ്ട് പോരുട്ടോ മാറ്റാൻ. ഇന്ന് സ്വസ്ഥമായിട്ട് മാറ്റും ചെയ്യാം. വണ്ടി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റി ഫോൺ ചെയ്യാതെയാണ് സിറ്റോട്ടൊക്കെ കണ്ട് പോരും. അപ്പോൾ കുട്ടി പറയാണ് ഞാൻ മുടി വാർന്നരാണ് കണ്ട് ഓളെ മുടി വാർന്നു കൊടുക്കുകയാണ്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലൊക്കെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എല്ലാവരും കേട്ടോ. വണ്ടി വരുന്നുണ്ട് കേട്ടോ. അതിൽ വണ്ടി കയറാൻ പോവുകയാണ്. ഒരു മദ്രസക്ക് ഇവിടുന്ന് കുറേ പോവാണ്ട്. അതുകൊണ്ട് വണ്ടിയിലാണ്. മദ്രസക്കും സ്കൂൾക്കൊക്കെ ഇവിടുന്ന് വണ്ടിയിലിട്ട പോലെ ഇവിടുത്തെ കുട്ടികളൊക്കെ. അവർ പോയിട്ട് വേണം വേറെ പണികളൊക്കെ നോക്കാൻ. അല്ലാതൊരു സമാധാനമില്ല. അവർ വണ്ടി കയറി പോയിട്ട് ഞാൻ വേറെ പണികളൊക്കെ നോക്കുള്ളൂ. അവർ പോയിട്ട് ഞാൻ ചൂടുവെള്ളം വെക്കണം. ഒരു കുടുക്ക ചൂടുവെള്ളം വേണം കേട്ടോ. ചൂടുവെള്ളം എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി ഇടുള്ളൂ. വെള്ളം തിളച്ച് ഞാൻ വെള്ളം എടുത്ത് വെക്കട്ടെ. എന്നിട്ട് വേണം അരിയിടാൻ വെള്ളം വെക്കാൻ കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ മക്കളിപ്പോൾ എത്തും. പ്രാർത്ഥനാ ദിനല്ലേ, പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോ ഇടാൻ കഴിയുള്ളൂ. എല്ലാവരും അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. വീഡിയോയിൽ വന്ന് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണേ. ചൂടുവെള്ളമൊക്കെ എടുത്തുവെച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടേനി. അത് കഴുകിയൊക്കെ ഇട്ടേന്ന് വിചാരിച്ചു. എത്ര കുറച്ചാളായിട്ടും കാര്യമില്ലല്ലോ. പാത്രങ്ങൾ ഇഷ്ടം പോലെ മോറാണ്ടാവില്ലേ നമുക്ക്. പാത്രങ്ങൾ മോറാനും തിരുമ്പാനും കുറവുണ്ടാവില്ല. അതൊരുപാടുണ്ടാവും. അപ്പോൾ പാത്രം മോറൽ ഏകദേശം ആയപ്പോഴേക്കും അവർ മദ്രസ ഇട്ട് വരാനായിട്ടോ. പാത്രമോറി ഏകദേശം ആയപ്പോൾ തന്നെ മദ്രസ വിട്ട് വന്നിട്ടോ. ഒരുപാട് ബിസ്ക്കറ്റ് കൊണ്ടിട്ടോ വരുന്ന രണ്ടാളും.
കുറേ ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാ കുട്ടികളോടും കൊണ്ടുവരാൻ പറഞ്ഞിനി. അപ്പം എല്ലാ കുട്ടികളതും ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഒരാൾക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ദിവസം ചായക്കടി ആയിട്ടോ, വൈകുന്നേരത്തെ ചായക്കടിക്കായല്ലോ. അതിനൊരു സമാധാനമല്ലേ, വൈകുന്നേരം നമുക്ക് ചായക്കടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരാളത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഒരാളത് എടുത്തേക്കാനും പറഞ്ഞു കേട്ടോ. ആവശ്യമില്ല തിന്നോട്ടെ എഴുതിയാണ്ട് ഞാൻ വെച്ചെടുത്ത് പോയി. അപ്പം എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കൂ. എന്നാലല്ലേ എനിക്ക് മുന്നോട്ട് ചാനൽ എങ്ങനെ ശരിയാക്കണമെന്നോ എങ്ങനെ വീഡിയോ ഇടണം എന്നുള്ളതൊക്കെ അറിയുള്ളൂ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടും കേട്ടോ. അവരെ തിന്നലൊക്കെ കഴിഞ്ഞ് ഞാൻ വീതനൊക്കെ തുടച്ചിട്ടോ, അകർച്ചയെല്ലാം കഴിഞ്ഞിട്ടോ. ചോറായിട്ടില്ലായിരുന്നു, ഇന്ന് വൈകിട്ടായിരുന്നു കേട്ടോ അരിയിട്ടത്. 2 നേരത്തിനും ഒരുമിച്ചല്ലേ, അപ്പോൾ കുറച്ച് വൈകി ഇന്ന്. അപ്പോൾ മക്കൾ എവിടെയെന്ന് പോയി നോക്കുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങി ആകെ ചളിയാണ്, അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മഴ പെയ്താൽ മുറ്റം നിറച്ച് ചളിയായിരിക്കും. മലയത്തെ വെള്ളം നാറ്റ് ഇവിടെ മുറ്റത്ത് വന്ന് കൊണ്ട് നിൽക്കും കേട്ടോ. പോവാൻ നല്ലൊരു സ്ഥലമല്ല വെള്ളത്തിന്. അത് കഴിഞ്ഞ് ഞാൻ വേഗം തുടക്കാൻ നിന്നു. തുടക്കലൊക്കെ കഴിഞ്ഞാൽ വേഗം ഒരു പണി കഴിഞ്ഞ പോലെയല്ലേ. ഞാൻ സ്കൂൾ ഉണ്ടെങ്കിൽ നേരത്തെ പണി കഴിച്ചിട്ടോ, 10 മണിയാകുമ്പോഴത്തേന് തുടക്കലൊക്കെ കഴിച്ചു വെക്കും. അവർ മദ്രസക്ക് പോയാൽ പിന്നെ വേഗം പണിയെടുക്കും ഞാൻ. ചെറിയോള് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, ഓളെ പാട്ടിനെ അങ്ങനെ കളിക്കും. അപ്പം ഞാൻ വേഗം പണിയെടുക്കും കേട്ടോ. പിന്നീട് ഞാൻ ഫോണുമ്മക്കൊക്കെ ഇരിക്കുള്ളൂ. മുന്നേ ഞാൻ ഫോണൊന്നും നോക്കിയിരിക്കൂല. ഫോണൊക്കെ നോക്കിയിരുന്നാൽ പിന്നെ ആ സമയം അങ്ങനെ പോകൂലേ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോണൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ചോറ് വെന്തു. ചോറ് ഞാൻ 2 പാത്രത്തിലാക്കി കേട്ടോ ഊറ്റല്. 2 നേരത്തിനുള്ളല്ലേ, വൈകുന്നേരത്തിനൊരു പാത്രത്തിൽ ഉച്ചക്കൊരു പാത്രത്തിലാക്കി കേട്ടോ ഊറ്റി വെക്കല്. എന്നാൽ പിന്നെ വൈകുന്നേരത്തിൽ കേടൊന്നും വരാൻ നിൽക്കില്ലല്ലോ.
എന്നും 2 പാത്രത്തിലാക്കി കേട്ടോ ഊറ്റുക. അധിക ദിവസം ഞാൻ 2 നേരം വെക്കും. റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ടേ നേരത്തെ വെക്കണം എന്നൊക്കെ ഞാൻ കുറച്ചിട്ടേ വെക്കുള്ളൂ. അപ്പോൾ 2 നേരമാക്കി ഞാൻ അധിക ദിവസം വെക്കലുണ്ട്. വൈകിയാണ് അരി ഇട്ടതെന്നുണ്ടെങ്കിൽ ഞാൻ 2 പാത്രത്തിലാക്കി ഊറ്റാം കണ്ട് അരി ഇടും കേട്ടോ. ചോറൂറ്റലൊക്കെ കഴിഞ്ഞ് കുറേ തിരുമ്പാനുണ്ട്. തലേ ദിവസം ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരുമ്പിയിട്ടില്ലേനി. അപ്പോൾ 2 ദിവസത്തെ ഒരുപാട് തിരുമ്പാണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടി കൂടെ ഞാൻ തീ കടണതിന് മുന്നേ മീൻ പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. തലേ ദിവസത്തെ 4 മീൻ ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയല്ലേ പൊരിച്ചാതെ വെച്ചിരുന്നു. അത് പൊരിക്കാൻ വേണ്ടി വെക്കുക. ഇനി ഇതാണ് കേട്ടോ ഞങ്ങളെ കൂട്ടാൻ. ഇനി വൈകുന്നേരം എന്തെങ്കിലും താളിപ്പ് ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല, ഇക്കാക്കാക്ക് വേണോ കറി. അപ്പം ഞാൻ വൈകുന്നേരത്തിൽ എന്തെങ്കിലും താളിപ്പ് ഉണ്ടാക്കും, തക്കാളി എന്തെങ്കിലും താളിക്കും. ഇപ്പോൾ ഈ മീൻ പൊരിച്ചാണ് കേട്ടോ ഞങ്ങൾ തിന്നണത്. ഞാൻ ഒറ്റക്കാകുമ്പോൾ പിന്നെ അങ്ങനെ കൂട്ടാനൊന്നും ഉണ്ടാക്കൂല. വൈകുന്നേരത്തിന് കേട്ടോ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. തലേ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കൂട്ടോ. എല്ലാവരും അതുപോലെ തന്നെ ആവൂലേ? നമ്മളൊറ്റക്കാണ് ചോറ് തിന്നാനൊക്കെ ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കൂട്ടാനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ചോറ് തന്നെ വേണമെന്നൊന്നുമില്ലല്ലേ നമുക്കല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പൊരിക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ. ഒരുപാട് തിരുമ്പാണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് കയറ്റിയിരുന്നു. ഇനി അവിടെ എന്തെങ്കിലും പിത്തന കാട്ടിയേക്കും കേട്ടോ. ചെന്നാൽ എന്തെങ്കിലും പിത്തന കാട്ടുമെന്നുള്ളത് എനിക്കറിയാം. അവിടെ എന്തോ പിത്തന കാട്ടിയാണ്. ഇനി എനിക്ക് ചോറെടുത്ത് കാണ്ട് ഓല കടത്തി ഇറക്കണം ഉച്ചക്ക്. സ്കൂളില്ലെങ്കിൽ ഞാൻ ഉച്ചക്ക് ഓല ഇറക്കും. എന്നും സ്കൂളില്ലെങ്കിൽ ഞാൻ ശനി ഞായറൊക്കെ ആണെങ്കിൽ ഉച്ചക്ക് ഉറക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ വെയിലത്ത് ഇങ്ങനെ കളിച്ച് നടക്കൂലേ. അപ്പം ഞാൻ ഉച്ചക്ക് വേഗം ഉറക്കല കുളിപ്പിച്ച് കാണ്ട്. അപ്പോൾ 2 ഞാൻ വാരി കൊടുക്കുകയാണ്. ഒരാൾക്ക് മീൻ പറ്റൂല, വലിയവന് മീനൊന്നും പറ്റൂല. ഓന് മീൻ അടുത്തുകൂടെ പോകാൻ തന്നെ പറ്റൂല. ഓനും മുട്ട പൊരിച്ചു കൊടുത്തു. വാരി കൊടുത്താൽ പണി വേഗം കഴിയും. അല്ലെങ്കിൽ അതങ്ങനെ ആക്കം പോലെ ഇരുന്ന് തിന്നുള്ളൂ, കൊത്തിപ്പൊറുക്കി ഇരിക്കുള്ളൂ. ഇപ്പം പിന്നെ പെട്ടെന്ന് തിന്നും കേട്ടോ. ഓന് ഒറ്റക്കാണ് പെട്ടെന്ന് തിന്നു. ഓന് മുട്ട മതിയായിരുന്നു, മുട്ട പൊരിച്ചെടുത്തു. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ, ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞങ്ങൾ ഇനി ഇടയ്ക്കൊക്കെ വരാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.